ഇന്നും യേശുവിനോടുകൂടെ യാത്ര തുടരാമെന്ന ഈ ശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു. ഓരോ നാളും നമ്മുടെ ഭാരങ്ങളെ ചുമന്നൊഴിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഇന്നും നമുക്ക് സമ്പൂർണ്ണമായി നമ്മെ സമർപ്പിക്കാം. തീർച്ചയായിട്ടും ജീവിത വഴികളിൽ നേരിടേണ്ടി വരുന്ന ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും നമ്മെ കരം പിടിച്ച് വഴി നടത്തുവാൻ ദൈവം വിശ്വസ്തനാകിയാൽ നമുക്ക് ദൈവത്തോട് തന്നെ ചേർന്ന് നടക്കാം. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഒരു നാളും ഉപേക്ഷിക്കുകയില്ല, ലോക അവസാനത്തോളം എല്ലാ നാളും കൂടിയിരിക്കാമെന്ന് നമ്മോട് വാക്ക് പറഞ്ഞത് ലോകത്തിലെ ഏതെങ്കിലും മനുഷ്യരല്ല, ഏതെങ്കിലും നേതാക്കന്മാരല്ല. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറ്റമില്ലാത്ത സകലത്തിൻ്റെയും ഉടമസ്ഥനായ നമ്മുടെ കർത്താവ് തന്നെയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ അത് നമുക്ക് വിശ്വസിക്കുകയും മുന്നേറുകയും ചെയ്യാം. കർത്താവ് നിങ്ങളെല്ലാവരും സഹായിക്കട്ടെ. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 1-ാം അധ്യായം 13-ാം വാക്യം വായിക്കട്ടെ. ഹന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ അധരം അനങ്ങിയതല്ലാതെ ശബ്ദം കേൾപ്പാനില്ലായിരുന്നു. ആകയാൽ അവൾക്ക് ലഹരി പിടിച്ചിരിക്കുന്നുവെന്ന് ഏലിക്ക് തോന്നിപ്പോയി. പ്രാർത്ഥന എന്നത് വാസ്തവത്തിൽ നാം തിരിച്ചറിയേണ്ട അതിപ്രധാനമായ ഒരു വസ്തുതയാണ്. അതിന് സിലബസ് ഒന്നുമില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പ്രാർത്ഥന പഠിക്കാൻ പ്രത്യേകിച്ച് യാതൊരു മാർഗവുമില്ല. പ്രാർത്ഥിക്കുക എന്നത് മാത്രമേ ഉള്ളൂ അതിനൊരു പരിഹാരം എന്നുള്ളത്. തിരുവചനം മുഴുവൻ മനഃപ്പാഠമാക്കിയത് കൊണ്ട് അയാൾ നല്ലവണ്ണം പ്രാർത്ഥിക്കാൻ പഠിച്ചു എന്ന് അർത്ഥമാക്കണമെന്നില്ല. കാരണം തിരുവചനം മനഃപ്പാഠമാക്കിയവർ മുഴുവനും നല്ലവണ്ണം പ്രാർത്ഥിക്കുന്നവരാണോ എന്ന് ചോദിച്ചാൽ എനിക്കതിനകത്ത് അല്പം സംശയമുണ്ട്. കാരണം ബുദ്ധി ഉണ്ടെങ്കിൽ അയാളിന് എന്തും മനഃപ്പാഠമാക്കാം, കാണാതെ പറയാം, കാണാതെ പഠിക്കാം. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് അവർക്ക് തിരുവചനം പൂർണ്ണമായിട്ടും മനഃപ്പാഠമാക്കണമെന്നും അല്ലെങ്കിൽ ആ നിലയിലുള്ള ജ്ഞാനം ഉണ്ടാകണമെന്നും ഒന്നുമല്ല ഞാൻ മനസ്സിലാക്കുന്നത്. മറിച്ച് ദൈവവചനത്തെ ആഴമായി വിശ്വസിക്കുവാനും ദൈവത്തെ ആഴമായി സ്നേഹിക്കുവാനും നമ്മൾ കഴിയണം. ഹന്നയുടെ പ്രാർത്ഥന വളരെ പ്രസിദ്ധമാണ്. അത് പ്രത്യേകിച്ച് ആരോടും ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഒരു തലമുറയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മുടക്കം കൂടാതെ ആണ്ടുതോറും പോയി പ്രാർത്ഥിച്ച ആ തൻ്റെ പ്രാർത്ഥന അനുഭവം ഏതൊരാൾക്കാണ് വിസ്മരിക്കാൻ കഴിയുന്നത്? അത് മാതൃകയാക്കാൻ കൊള്ളാവുന്ന തന്നെയാണ്. എന്നാൽ അവിടെ നിന്ന് നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പാഠമുണ്ട്. എന്താണെന്ന് വെച്ചാൽ പ്രാർത്ഥനയ്ക്ക് ശബ്ദം വേണമെന്നില്ല, പ്രാർത്ഥനയ്ക്ക് ഭാഷ വേണമെന്നില്ല. പ്രാർത്ഥനയ്ക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ട് വേണ്ടത് നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ പൂർണ്ണമായി പകരുവാൻ, ഇറക്കി വയ്ക്കുവാൻ നാം തയ്യാറാകണം. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തുമെന്നല്ലേ തിരുവചനം. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചിട്ട് എഴുന്നേൽക്കുമ്പോൾ ഭാരം മാറിയ അവസ്ഥയിലാണോ നമ്മൾ എഴുന്നേൽക്കുന്നത്? അല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം പ്രാർത്ഥന കഴിഞ്ഞാലും അവരുടെ വാക്കുകളിൽ വിശ്വാസത്തിൻ്റെ ദൃഢത പലപ്പോഴും വെളിപ്പെടാറില്ല. പ്രാർത്ഥനയ്ക്ക് പ്രത്യേകിച്ച് ശബ്ദമോ ഭാഷയോ വേണമെന്ന് നിർബന്ധമില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ ആത്മാവിൻ്റെ ഞരക്കം തിരിച്ചറിയാൻ കഴിയുന്നവനാണ് നമ്മുടെ ദൈവം. പുറമേ ആരും നമ്മുടെ പ്രാർത്ഥന കേൾക്കണമെന്ന് യാതൊരു നിർബന്ധവും പിടിക്കേണ്ട കാര്യമില്ല. നാവുകൊണ്ട് ഉച്ചരിക്കുന്നത് മാത്രമാണ് പ്രാർത്ഥന എന്നും നമ്മൾ ധരിക്കരുത്. മനുഷ്യന്റെ അന്തരാത്മാവിൽ നിന്നും ദൈവസന്നിധിയിലേക്ക് ഉയരുന്ന യാചനയ്ക്ക് നാവിൻ്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. റോബർട്ട് യങ് മസ്റ്റിൽ എന്ന ഒരു വലിയ പ്രാർത്ഥനാ മനുഷ്യനെ കുറിച്ച് ഇങ്ങനെ ഒരു കുറിപ്പ് വായിക്കാനിടയായി. ഒരിക്കൽ അദ്ദേഹത്തോടൊപ്പം പ്രാർത്ഥിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ അദ്ദേഹം താമസിക്കുന്ന ഇടത്ത് ചെന്നു. താൻ വന്നതിൻ്റെ ഉദ്ദേശം അവിടെ അറിയിച്ചു അദ്ദേഹത്തോട്. അങ്ങനെ അവർ രണ്ടുപേരും തൻ്റെ പ്രാർത്ഥനാ മുറിയിൽ പ്രവേശിച്ച് പ്രാർത്ഥനയ്ക്കായി മുട്ടുമടക്കി. പല ആളുകൾക്കും മറ്റൊരാളുടെ പ്രാർത്ഥന കേൾക്കുന്നത് വലിയ ഇഷ്ടമാണല്ലോ. എന്തൊക്കെ വാക്കുകളാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് ശബ്ദം എന്നൊക്കെ കേൾക്കാൻ ആഗ്രഹിച്ചുകൊണ്ടായിരിക്കും പലരും ശ്രദ്ധിക്കുന്നത്. ഈ വന്ന മനുഷ്യനും അങ്ങനെ തന്നെ ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ ശബ്ദം ശ്രദ്ധിക്കാനായി ഇയാൾ കാതോർത്തിരുന്നു. എന്നാൽ ഒരു വാക്കുപോലും അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്നും പുറത്തു വന്നില്ല. ഒടുവിൽ എൻ്റെ ദൈവമേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥന അവസാനിപ്പിച്ചു. പ്രാർത്ഥന ശബ്ദമുഖരിതമായിരിക്കണമെന്ന ചിന്തയോടെ ഇവിടെ വന്ന ആളിൻ്റെ മനസ്സിൽ നിന്നും തൻ്റെ ആശയം അപ്പാടെ മാഞ്ഞുപോയി. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു എന്നും വീണ്ടും വണ്ണം പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നമ്മൾ അറിയുന്നില്ല എന്നുമല്ലേ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്കുവേണ്ടി പക്ഷപാതം ചെയ്യുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മധ്യസ്ഥനായി പരിശുദ്ധാത്മാവ് തന്നെയാണ് വെളിപ്പെടുന്നത്. ഒരു മകന് വേണ്ടിയുള്ള തീഷ്ണമായ ആഗ്രഹത്തോടെ പ്രാർത്ഥനയ്ക്കായി കടന്നു വന്ന
ഹന്നയെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഏലിക്ക് ഹന്നയുടെ വായിൽ നിന്നും ഒരു വാക്ക് പോലും കേൾക്കാൻ കഴിഞ്ഞില്ല എന്നത് നമുക്കവിടെ വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. സത്യത്തിൽ നമ്മുടെ വാക്കുകളെക്കാൾ നമ്മുടെ ഹൃദയം അറിയുന്ന ഒരു കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. ആ കർത്താവിന് മുമ്പിലാണ് നമ്മൾ പ്രാർത്ഥനയ്ക്കായി കടന്നു ചെല്ലുന്നത്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നിശ്ചയമായിട്ടും ദൈവം മറുപടി നൽകട്ടെ. നമുക്ക് ഓരോരുത്തർക്കും തുടർന്നും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഈ ശബ്ദം ശ്രവിക്കുന്ന ഓരോരുത്തരോടും കർത്താവ് മനസ്സലിയണമേ. അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി അവരെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിക്കൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ.